വീണ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ചേച്ചി, എനിക്ക് ഏകാദശി ദിവസം 3300 നാമം ജപിച്ച് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു. പിന്നീട് ഞാൻ വീട്ടിൽ തന്നെ ഭഗവാന്റെ പാദത്തിൽ ദ്വാദശി പണം സമർപ്പിച്ചു. ആ പണം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുമോ? ഇതേ ചോദ്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ്വാദശി പണമായിട്ട് ഒരു സംഖ്യ നീക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ദ്വാദശി പണം ഞാൻ പറഞ്ഞിരുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തില് ഏകാദശിയോടനുബന്ധിച്ച് ദ്വാദശി നാളിൽ ദ്വാദശി പണം സമർപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ടെന്നും ഇത് 3 യാഗങ്ങൾ നടത്തിയിട്ടുള്ള ഇല്ലങ്ങളിൽ നിന്നുള്ള നമ്പൂതിരിമാരാണ് സ്വീകരിക്കുക എന്നും അവരുടെ യാഗാഗ്നി കെടാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഈ ഒരു തുക നൽകുന്നത് എന്നും. എന്നാൽ അത് 4ആയിട്ടാണ് കേട്ടോ അവർ പങ്കുവയ്ക്കാറുള്ളത്. അതായത് ഒരു ഭാഗം ഗുരുവായൂരപ്പന്, 3 ഭാഗം അവർക്ക്. ആ രീതിയിലാണ് അവർ പങ്കുവയ്ക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു ഭാഗം നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഭാഗം എന്ന നിലയിൽ ഇനി ഗുരുവായൂർക്ക് വരുമ്പോൾ ആ മാറ്റി വെച്ച തുക ഗുരുവായൂരപ്പന് സമർപ്പിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവുമല്ലോ. അന്നത്തെ ദിവസം മാറ്റി വെച്ച തുകയാണ്, അത് ഗുരുവായൂരപ്പന് അറിയാലോ. അപ്പോൾ അത് നമ്മുടെ ഉണ്ണികൃഷ്ണന് നൽകിക്കോളൂ കേട്ടോ.